derived products are the next topic. So marine derived products like organisms represent 50% of the worldwide biodiversity. അവരുടെ കെമിക്കലും ജനറ്റിക് ഡൈവേഴ്സിറ്റീസ് അഡീഷൻ ആയിട്ട് അതുകൊണ്ട് they produce a broad spectrum of commercially valuable ആയിട്ടുള്ള diverse products produce ചെയ്യുന്നത് such as polysaccharide, enzymes, peptides, lipids, steroids, terpenoids, etc. And most of these compounds are produced as 3 lakh described organisms, 12,000 novels ഒരു ലാസ്റ്റ് ഡെക്കേഡ്സിൽ ഗ്രേറ്റർ അട്രാക്റ്റിംഗ് ഡിസ്കവറീസ് ഉണ്ട്. ആൻഡ് ഓൾസോ അവർ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത് ഈ ഓർഗാനിക് മോളിക്യൂൾസ്, ഒരു സ്മോൾ ഓർഗാനിക് മോളിക്യൂൾസ് ആണ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് വിത്ത് മൈക്രോ ഓർഗാനിസംസ് ആണ്. അത് ഇൻവേഡേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫെൻസ് മെക്കാനിസമായിട്ട് അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്മോൾ ഓർഗാനിക് മോളിക്യൂളാണിത്. മറൈൻ ഡിറൈവ്ഡ് പ്രോഡക്ട്സിന് ഒരു വേൾഡ് വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ഫാർമസ്യൂട്ടിക്കൽസിൽ ആസ് ആൻറ്റി ട്യൂമേഴ്സ്, antivirals, nutraceutically as dietary supplements, food additives, agrochemicals, insecticidal, herbicidal, fungicidal activities, and cosmetics as photoprotective and anti-aging compounds. ഈ മറൈൻ ഓർഗാനിസത്തിൽ നിന്ന് ഡെറൈവ് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സിന് ഫാർമസ്യൂട്ടിക്കൽസിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ലൈക്ക് ആൻറ്റി ട്യൂമർ, ആൻറ്റിവൈറൽ ആൻഡ് ന്യൂട്രാസ്യൂട്ടിക്കൽസിൽ ആസ് ഡയറ്ററി സപ്ലിമെൻറ്റ്സും ഫുഡ് അഡിറ്റീവ്സ് ആയിട്ടും, അഗ്രോകെമിക്കൽസിൽ വിത്ത് ഇൻസെക്ടിസൈഡൽ, herbicidal, fungicidal activities, and cosmetics as photoprotective and anti-aging compounds. These compounds are believed to be superior than derived from terrestrial, natural in terms of the chemical novelty and ability to induce activities. So in addition, advances in marine pharmacology has also helped in the discovery of a lot of marine derived bioactive compounds. ഒരു ഫാർമക്കോളജിയിൽ ഒരു ഗ്രേറ്റർ ആയിട്ടുള്ള അഡ്വാൻസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ദ റിയൽ മറൈൻ ഡ്രഗ് ഡെവലപ്മെൻറ്റ് ഹാസ് സ്റ്റാർട്ടഡ് വിത്ത് ഡിസ്കവറി ഓഫ് സെഫാലോസ്പോറിൻ സി ആണ് ഈ 1940s ഫ്രം ദ മെഡിറ്ററേനിയൻ ഫംഗസ് അക്രിമോണിയം ക്രൈസോജീനം. ഇതിൽ നിന്ന് ഡെറൈവ് ചെയ്തിരിക്കുന്ന അക്രിമോണിയം ക്രൈസോജീനത്തിൽ നിന്ന് ഡെറൈവ് ചെയ്തിരിക്കുന്ന ഡിസ്കവറി ചെയ്തിരിക്കുന്ന സെഫാലോസ്പോറിൻ സി 1940s ഒരു റിയൽ മറൈൻ ഡ്രഗ് ഡെവലപ്മെൻറ്റ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ ഫസ്റ്റ് കോമ്പൗണ്ട് ഇൻ ദ ആൻറ്റിബയോട്ടിക് ക്ലാസ് സെഫാലോസ്പോറിൻ. മോറോവർ, ഐസൊലേഷൻ ഓഫ് സ്പോഞ്ചിറോറൈഡ് ആൻഡ് സ്പോഞ്ചോതൈമിഡിൻ in 1950s from Caribbean sponge Thethias scripta led to the synthesis and approval for more active nucleoside analogues. So സ്പോഞ്ചുറൈഡിൻ ആൻഡ് സ്പോഞ്ചോതൈമിഡിൻ 1915s നിന്ന് കരീബിയൻ സ്പോഞ്ചിൽ നിന്ന് ഫൗണ്ട് ഔട്ട് ചെയ്ത തെത്തൈക്രൈപ്റ്റ ഒരു സിന്തസിസ് ഹാസ് ബീൻ അപ്രൂവ്ഡ് ആക്റ്റീവായുള്ള ന്യൂക്ലിയോസൈഡ് അനലോഗ്സിന് വേണ്ടി. സം എക്സാമ്പിൾസ് ഓഫ് ദ മറൈൻ ഡിറൈവ്ഡ് പ്രോഡക്ട്സ് ആണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഫാർമസ്യൂട്ടിക്കൽസിലും അവരുടെ കോമ്പൗണ്ട് നെയിംസും ബയോളജിക്കൽ റിസോഴ്സും ആൻഡ് So in അടുത്ത marine organisms represent a highly diverse and bioactives which could aid in the treatment of a wide range of diseases including various musculoskeletal conditions. So bioactive compounds പറ്റി പറയാനാണെങ്കിൽ മറൈൻ ഓർഗാനിസംസ് ഒരു ഹൈലി ഡൈവേഴ്സ് ആയിട്ടുള്ള ബയോആക്റ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്യും വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് വൈഡ് റേഞ്ച് ഓഫ് diseases including various microskeletal conditions. Then osteoporosis in particular would be effective by marine based treatment due to its large disease burden. അവരുടെ ഡിസീസ് ബർഡൻ കാരണം മറൈൻ ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും അവർക്ക് particularly more effective ആയിട്ടുള്ളത്. ഓസ്റ്റിയോപോറോസിസിന് osteogenic bioactives have been isolated from many marine organisms including nacre powder. So osteogenic ആയുള്ള bioactive compounds have been isolated from marine organisms including nacre and from molluscan shells and fucoidin, the sulfated polysaccharide commonly sourced from brown microalgae നിന്ന് സോഴ്സ് ചെയ്തിരിക്കുന്നതായിട്ട് ഒക്കെ ഡെറൈവ് ചെയ്ത് ഈ ബയോആക്റ്റീവ് കോമ്പൗണ്ട്സ് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. Treatment for bone defects is highly variable though in general bone regenerative medicine has a triad of key features ഈ key features കൊണ്ട് cellular components, a scaffold for tissue growth and bioactive growth factors. ഈ ബോൺ ഡിഫെക്ട്സിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് ജനറൽ ബോൺ റീജനറേറ്റ് 3 key features ആണ്. ആ key features ഒന്ന് സെല്ലുലർ കമ്പോണൻറ്റ്, പിന്നെ scaffold for tissue growth
ആൻഡ് ബയോ ആക്റ്റീവ് ഗ്രോത്ത് ആണ്. സോ ഈ ബോൺ ട്രീറ്റ്മെൻറ്റ്, ബോൺ ഫ്രാക്ചർ ട്രീറ്റ്മെൻറ്റ്സിൽ എക്സ്ക്ലൂഡിങ് സെല്ലുലർ കമ്പോണൻറ്റ്സ് മറൈൻ ഓർഗാനിസംസ് ആർ എ പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് സ്കാഫോൾ മെറ്റീരിയൽസ്. ഈ മറൈൻ ഓർഗാനിസംസ് ഈ സ്കാഫോൾ മെറ്റീരിയൽസിൻ്റെ ഒരു മേജർ പൊട്ടൻഷ്യൽ സോഴ്സാണ്. ദ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ബയോ ആക്റ്റീവ്സ് ത്രൂ സ്പെഷ്യലൈസേഷൻ അഡാപ്റ്റേഷൻസ്. ഈ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിനെ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻ അഡാപ്റ്റേഷൻസിൽ കൂടെയാണ്, ഡ്രിവൺ ബൈ ദ ചാലഞ്ച് ഓഫ് ലിവിങ് ഇൻ എൻവിറോൺമെൻറ്റ് സച്ച് എസ് ലിറ്ററൽ സോണിലൂടെ. ഇനി മൊളസ്കയാണ്. മേഡപ്പ് ഓഫ് 8 ഡിസ്റ്റിങ് ക്ലാസ്സസ് ആണ് ആൻഡ് ആർ ഹൈലി ഡൈവേഴ്സ് ആണ് ഈ മൊളസ്ക. ദി സ്പീഷീസ് ഹാവ് സീൻ സെക്കൻഡറി മെറ്റബോളിക് ഇൻവെസ്റ്റിഗേഷൻ. സോ ഈ സ്പീഷീസിന് കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ സെക്കൻഡറി മെറ്റബോളൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ അവരൊരു സ്മോൾ ഒരു ഓർഗാനിക് മോളിക്യൂൾസിനെ പ്രൊഡ്യൂസ് ചെയ്യും, വിച്ച് ഈസ് ടു പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം ദ ഇൻവേഡേഴ്സിൽ നിന്ന്. Within this proteins, lipids and carbohydrates have been seen. ഈ molluscae have been seen with muscle lipids established for the treatment of rheumatoid arthritis. So in addition to all these, our muscle lipids which is established for the treatment of rheumatoid arthritis. Next is algal and seaweed ആണ്. One group of marine invertebrates which is a source of bioactives ആണ്. സോ ഈ ആൽഗൽസ് ആൻഡ് സീവീഡ്സ് എന്ന് പറയുമ്പോൾ മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സിലെ ഒരു സോഴ്സ് ഓഫ് ബയോആക്റ്റീവ്സ് ആണ്. ആൽഗെ ഹാവ് മച്ച് ഗ്രേറ്റർ ബയോആക്റ്റീവ് ഡൈവേഴ്സിറ്റീസ്. ഒരു നേർഡ്സിനേക്കാളും നാക്രേക്കാളും ഒക്കെ ദേ ഹാവ് ഗോട്ട് ഗ്രേറ്റ് ബയോആക്റ്റീവ് ഡൈവേഴ്സിറ്റി. Antibacterial compounds. Over 50 active ആയിട്ടുള്ള compounds were isolated during the last period, most of which were from actinobacteria. So last 50 decades, last period or 50 active compounds have been isolated ആണ്, and most of them അതിൽ കൂടുതലും from actinobacteria ആയിരുന്നു. Several other compounds were etenomycin A and nociheptide. So other compounds ഈ last decadesൽ isolate ചെയ്ത several other many compounds, some of the compounds were etenomycin A and nociheptide. Nociheptide എന്ന് പറയുമ്പോൾ അതൊരു ആൻറ്റിബയോട്ടിക് ആണ്, ഫ്രം സ്ട്രെപ്റ്റോമൈസിസ് അക്യൂസസ് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ആൻറ്റിബയോട്ടിക് ആണ് ഈ nociheptide എന്ന് പറയുന്നത്. Certain new broad spectrum antibacterial compounds were reported with activity against antibiotic resistance gram positive and gram negative bacteria. So ഒരു broad spectrum of antibacterial compounds റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലാസ്റ്റിൽ ഐസൊലേറ്റ് ചെയ്തതിൽ, ആൻഡ് അവർക്ക് മോസ്റ്റ് ഓഫ് ദർ ആക്ടിവിറ്റീസ് വേറെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആയിരുന്നു, അഗെയിൻസ്റ്റ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ആക്ടിവിറ്റീസ് ആയിരുന്നു ലാസ്റ്റ് ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് ഫൈൻഡിങ്സിൽ ആൻറ്റിബാക്ടീരിയ പൊസസ് ചെയ്തിരുന്നത്, ലൈക്ക് ദീസ് ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് പൊസസ്ഡ്. Anthromycins, gagiotetrins, and few which leads to the new antibiotics. So anthromycin, gagiotetrins are the other few which leads to new antibiotics. So with this the topic ends. Thank you all.